62 ഡാമുകൾ ഒരുമിച്ച് തകരുന്ന ഒരു സാഹചര്യം നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കും. വലുതും ചെറുതുമായ 62ഓളം ഡാമുകൾ ഒരേ സമയം തകർന്ന് വലിയൊരു ഭൂപ്രദേശം തന്നെ തുടച്ചുമാറ്റപ്പെട്ടപ്പോഴും 2,40,000 ആളുകൾ കൊല്ലപ്പെട്ടപ്പോഴും 1975 നടന്ന ഈ സംഭവത്തെ 2005 വരെ ഒരു രഹസ്യമാക്കി വയ്ക്കാൻ ചൈനയ്ക്ക് സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ ദുരന്തം. 2005 ചൈന ഇത് ഔദ്യോഗികമായി സമ്മതിച്ചപ്പോൾ മുതൽ ഡിസ്കവറി ചാനൽ ദി അൾട്ടിമേറ്റ് ഷോയിൽ ലോകത്തെ ഏറ്റവും വലിയ 10 സാങ്കേതിക ദുരന്തങ്ങളുടെ പട്ടികയിൽ 1-ാം സ്ഥാനം നൽകിയിരുന്ന ചെർണോബിൽ ദുരന്തത്തെ മാറ്റി നിർത്തി ആ 1-ാം സ്ഥാനം ബാൻജിയാവോ ദുരന്തത്തിന് ചാർത്തിക്കൊടുത്തു. 2005 വരെ ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് ലോകത്തിലെ ഏറ്റവും മോശം ഡാം ദുരന്തമായി പരിഗണിച്ചിരുന്നത് ഇന്ത്യയുടെ മാച്ചു ഡാം ദുരന്തത്തെ ആയിരുന്നെങ്കിൽ 2005 മുതൽ ആ നാണക്കേട് ചൈനയുടേതായി മാറി. 1950കളിൽ ചൈനയുടെ ഹുവായ് നദീതട ജലസേചനത്തിനും വെള്ളപ്പൊക്ക നിയന്ത്രണത്തിനുമായി ബെൻജിയാവോ എന്ന വലിയ അണക്കെട്ട് നിർമ്മിക്കാൻ ചൈനീസ് ഗവൺമെന്റ് തീരുമാനമെടുത്തു. 118 മീറ്റർ ഉയരവും 492 മീറ്റർ നീളവുമുള്ള ഈ ഭീമൻ അണക്കെട്ടിന്റെ പണി 1952 മുതൽ 56 വരെയുള്ള വർഷങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചു. ചൈനയുടെ സാങ്കേതിക മികവിന്റെ പ്രതീകമായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെട്ടത്. 1125 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ജലസംഭരണിയായിരുന്നു ബെൻജിയാവോ അണക്കെട്ടിനുണ്ടായിരുന്നത്. 7.9 ബില്യൺ ക്യൂബിക് മീറ്റർ വെള്ളം സംഭരിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നു ഇതിന്. ഏകദേശം 11 ലക്ഷം ഹെക്ടർ കൃഷിഭൂമിക്ക് ആവശ്യമായ വെള്ളം ഇവിടെ നിന്നാണ് ലഭിച്ചിരുന്നത്. 75 ലക്ഷം ജനങ്ങൾക്ക് ഈ അണക്കെട്ടിന്റെ പ്രയോജനം ലഭിച്ചിരുന്നു. ആ കാലഘട്ടത്തിൽ കർഷകരായിരുന്നു ഇവിടെ കൂടുതലായും താമസിച്ചിരുന്നത്. നെല്ല്, ഗോതമ്പ്, കോട്ടൺ, പച്ചക്കറികൾ തുടങ്ങിയവയായിരുന്നു ഇവരുടെ പ്രധാന കൃഷി. മധ്യ ചൈനയിലെ ഹെനൻ പ്രവിശ്യയിൽ ആയിരുന്നു ഈ പ്രദേശം. 1975 ജൂലൈ 30 പടിഞ്ഞാറൻ പസഫിക് സമുദ്രത്തിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. പിന്നീടുള്ള ദിവസങ്ങളിൽ അതൊരു വലിയ ചുഴലിക്കാറ്റായി മാറുകയും ചെയ്തു. ടൈഫൂൺ നീന എന്നാണ് ഇത് അറിയപ്പെട്ടത്. 1975 ഓഗസ്റ്റ് 5 നീന ചുഴലിക്കാറ്റായി കരയിലേക്ക് കയറി. ഈ സമയത്ത് ബെൻജാവോ അണക്കെട്ട് പ്രകൃതിയുടെ എക്സ്ട്രീം ടെസ്റ്റ് നേരിടാനുള്ള ഒരുക്കത്തിലായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം 1000 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന വെള്ളപ്പൊക്കമാണ് വരാൻ പോകുന്നതെന്ന് ആരും മുൻകൂട്ടി മനസ്സിലാക്കിയിരുന്നില്ല. 3 ദിവസമാണ് അന്ന് തുടർച്ചയായി മഴ പെയ്തത്. 24 മണിക്കൂറിൽ ഒരു വർഷം പെയ്യേണ്ട അത്രയും മഴയായിരുന്നു ലഭിച്ചത്. അണക്കെട്ടിന്റെ ജലസംഭരണി വേഗത്തിൽ നിറഞ്ഞുകൊണ്ടിരുന്നു. ഓഗസ്റ്റ് 7 ആയപ്പോഴേക്കും എഞ്ചിനീയർമാർക്ക് ആ നിർണായക തീരുമാനം എടുക്കേണ്ടി വന്നു. സമ്മർദ്ദം കുറയ്ക്കാൻ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉടൻ തുറക്കണം. നിർദ്ദേശങ്ങൾ അനുസരിച്ച് ഷട്ടർ തുറക്കാനായി ശ്രമം നടത്തുമ്പോഴാണ് അവർ ആ കാര്യം മനസ്സിലാക്കുന്നത്. അണക്കെട്ടിന്റെ സ്ലൂസ് ഗേറ്റുകൾ മാലിന്യങ്ങൾ കൊണ്ട് അടഞ്ഞിരിക്കുന്നു. അവ നീക്കം ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. സ്ലൂസ് ഗേറ്റുകൾ തുറക്കേണ്ട സാഹചര്യം വന്നപ്പോൾ മാത്രമായിരുന്നു അതിൽ കാലാകാലങ്ങളായി അടിഞ്ഞുകൂടിയ മാലിന്യങ്ങളുടെ കാര്യം അവർ മനസ്സിലാക്കുന്നത്. നിർത്താതെ പെയ്യുന്ന മഴയിൽ ലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. നീരൊഴുക്ക് നിയന്ത്രിക്കാൻ യാതൊരു വഴിയും അവരുടെ മുമ്പിൽ ബാക്കിയുണ്ടായിരുന്നില്ല. ഓഗസ്റ്റ് 8 പുലർച്ചെ 1 മണിക്ക് പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു. ഒരു ഭീകരമായ ഗർജനത്തോടെ ബെൻജിയാവോ അണക്കെട്ടിനെ തകർത്ത് വെള്ളം ആർത്തലിച്ച് മുമ്പോട്ട് കുതിച്ചു. 118 മീറ്റർ ഉയരവും 2162 മീറ്റർ വീതിയും ഉണ്ടായിരുന്ന അണക്കെട്ട് നിമിഷങ്ങൾ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ ഒരു ജലബോംബായി മാറി. ഏകദേശം 6 മീറ്റർ ഉയരവും 12 കിലോമീറ്റർ വീതിയും 50 കിലോമീറ്റർ വേഗതയും ഉണ്ടായിരുന്നു ഇതിന്. മുമ്പിൽ പെട്ടവയെല്ലാം തകർന്നടിഞ്ഞ് വെള്ളത്തോടൊപ്പം ചേർന്നു. പക്ഷേ ഇതോടെയെല്ലാം അവസാനിച്ചില്ല. ഡോമിനോ എഫക്റ്റ് എന്നപോലെ മുമ്പിലുണ്ടായിരുന്ന 62 അണക്കെട്ടുകൾ കൂടി തുടർച്ചയായി തകർന്നടിഞ്ഞു. നാട്ടിൻപുറം ഒരു ഉൾനാടൻ കടലായി മാറുകയായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ മുഴുവൻ ഗ്രാമങ്ങളും അപ്രത്യക്ഷമായി. പ്രളയം കെട്ടിടങ്ങളും റോഡുകളും ജീവനുകളും ഒഴുക്കിക്കൊണ്ടുപോയി. ആശയവിനിമയം പൂർണ്ണമായും നിലച്ചത് കാരണം പുറം ലോകം ഈ ദുരന്തത്തിന്റെ വ്യാപ്തി അറിഞ്ഞതേയില്ല. ഡ്യൂഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ചിരുന്ന 9600 പേർ, ഏകദേശം മുഴുവൻ ജനസംഖ്യയും ഒറ്റ രാത്രിയിൽ ഈ മഹാപ്രളയത്തിൽ മരണപ്പെടുകയുണ്ടായി. രക്ഷപ്പെട്ടവർ ദിവസങ്ങളോളം മേൽക്കൂരകളിലും മരങ്ങളിലും പിടിച്ചുതൂങ്ങി നിൽക്കേണ്ടി വന്നു. അവരുടെ സഹായവിളികൾ വെള്ളപ്പൊക്കത്തിന്റെ മുഴക്കത്തിൽ മുങ്ങിപ്പോയി. നിമിഷനേരം കൊണ്ടാണ് കുറഞ്ഞത് 26,000 പേർ മുങ്ങി മരിച്ചത്. തുടർന്നുള്ള മാസങ്ങളിൽ പട്ടിണിയും രോഗങ്ങളും സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കി. ആകെ മരണസംഖ്യ 2,40,000 എത്തിയെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. വർഷങ്ങളോളം ചൈനീസ് സർക്കാർ ഈ ദുരന്തം രഹസ്യമാക്കി സൂക്ഷിച്ചു. 1990കളിൽ മാത്രമാണ് ദുരന്തത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറം ലോകം അറിഞ്ഞു തുടങ്ങുന്നത്. പുനർനിർമ്മിച്ച ബെൻജിയാവോ അണക്കെട്ട് 1975ലെ ആ രാത്രിയുടെ ഒരു നിശബ്ദ ഓർമ്മപ്പെടുത്തലായി ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നുണ്ട്. പ്രകൃതി ദുരന്തത്തെ മുൻകൂട്ടി കണ്ടുള്ള മുൻകരുതലുകൾ എടുക്കാതിരുന്നാൽ അതിന്റെ വില മനുഷ്യജീവനുകൾ കൊണ്ട് നൽകേണ്ടിവരുമെന്നതിന്റെ ഒരു ശക്തമായ ഓർമ്മപ്പെടുത്തലാണ് ചൈനയിലെ ബെൻജിയാവോ ദുരന്തം.